നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി പൊടിച്ചെടുക്കണം. പുഴുങ്ങി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും സവാളയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഞാനിവിടെ മൈദ ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇതൊന്ന് മുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളെല്ലാം ഇങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ 4 മണിക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രുചികരമായ പലഹാരമാണ്. നമുക്കിത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ മൊരിയുന്നതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡ് മൂത്തത് നമ്മൾ തിരിച്ചിട്ടു. വീണ്ടും അതൊന്നും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാവുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.